യേശുവിൽ പ്രിയപ്പെട്ടവരെ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവത്തിലാണല്ലോ നാം വിശ്വസിക്കുക. ഇന്ന് പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളാണ്. പിതാവ് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി യേശുവിൻ്റെ മനുഷ്യാവതാരത്തിലൂടെ ആരംഭിച്ച് പീഡാനുഭവ, കുരിശുമരണ, ഉത്ഥാന, സ്വർഗാരോഹണത്തിലൂടെ പൂർത്തിയായി. യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു. പിതാവ് സാക്ഷ്യപ്പെടുത്തി, ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു. പിന്നീട് പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേലും മാതാവിൻ്റെ മേലും തീനാവുകളുടെ രൂപത്തിൽ എഴുന്നള്ളി വന്ന് സഭയ്ക്ക് ആരംഭം കുറിച്ചു. പിതാവാ ദൈവം പുത്രനെ എപ്പോഴും സ്നേഹിച്ചിരുന്നു, മഹത്വപ്പെടുത്തിയിരുന്നു. പുത്രനാകട്ടെ പിതാവാ ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ നിരന്തരം അനുസരിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വസിച്ചുകൊണ്ട് നമ്മളെ വിശുദ്ധീകരിക്കുന്നു, പഠിപ്പിക്കുന്നു. അങ്ങനെ പരിശുദ്ധ ത്രിത്വം നമ്മളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിൻ്റെ, നന്മയുടെ അനുസ്മരണമാണ് നമ്മൾ ഇന്ന് നടത്തുക. പരിശുദ്ധ ത്രിത്വത്തിലുള്ള ആ കൂട്ടായ്മയാണ് നമ്മുടെ സമൂഹ ജീവിതത്തിന്, കുടുംബജീവിതത്തിന് മാതൃകയും പ്രചോദനവും. പരിശുദ്ധ ത്രിത്വത്തെ പോലെ പരസ്പരം സ്നേഹിക്കാൻ, ബഹുമാനിക്കാൻ, ആദരിക്കാൻ, അനുസരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.